ஹலோ அண்ணே, நான் ரமேஷ் பேசுறேன் அண்ணே. நாளை ஊர்ல ஓணம், எனக்கு போனோம். அதுக்கு நான் என்ன செய்யணும்? 2 நாள் லீவ் கிடைச்சுன்னா அதுக்கப்புறம் வந்துடுறேன். ஓ அது சரி, நீ ஒண்ணு பண்ணு. உன்னோட அந்த ஃப்ரெண்ட் இருக்குல்ல புறம்போக்கு சுதா, அவனே கூட்டிட்டு இந்த ஊரை விட்டு லீவ் அண்ணே கட் பண்ணிட்டு போடா கண்டாரோளி மவனே. இந்த மாசத்தது കഴിഞ്ഞ 2 മാസത്തെ ഇല്ലേ അത് കൂടെ சேர்த்து തരാം. அப்போ உங்களுக்கு ட்ரிபிள் ஹாப்பினஸ் கிடைக்கும். ஓகே ஓகே ஓகே. ஓ பாவம் அண்ணாச்சி. കാതൽ അണുക്കൾ ഫ്ലോറിൽ എത്തനെ അത് തേച്ച് ഒരച്ച് ഞാൻ മുതലാളിക്കിട്ട് ലീവ് വന്ന അങ്ങേര് ഇഷ്ടമുള്ളത്രത്തോളം പോയിട്ട് വരാൻ പറഞ്ഞു. പക്ഷെ തിരിച്ചു വരല്ലേന്നും പറഞ്ഞു. അപ്പൊ ഓണോ? ഓണവും ചങ്ങരാന്തിയൊക്കെ ഇവിടെ തന്നെ. തമിഴ്നാട്ടിൽ ഓണോ? ഞാൻ നാട്ടിലുള്ള എന്റെ പൗരത്തിനോട് എന്തോ പറയും? പൗരത്തിന്റെ അടുത്ത് പറ സദ്യ കഴിച്ച് ഊഞ്ഞാലാടി ഇരിക്കാൻ. ചേട്ടൻ ഇവിടെ ഊഞ്ഞാലാടി ഇരിക്കില്ലേ? ഈ ഓണത്തിനെങ്കിലും കുറച്ച് കാശും പൊന്നുമായിട്ട് അവളെ കാണാൻ പോവാന്നും പറഞ്ഞോണ്ടിരുന്നേ. എന്നാ കുറച്ച് കാശിങ്ങി ആ വാടകയും കൊടുക്കട്ടെ. കാശില്ല. അപ്പൊ പൊന്നു പൊന്നു ഞാൻ അവളെ ഞാൻ പൊന്നെന്നാ വിളിക്കുന്നേ. ഓ എന്റെ പൊന്നെ. ഇത് കഴിഞ്ഞ് സ്കൂളിൽ പോകുന്നുണ്ടോ? എന്റെ സുധ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ അണ്ണാച്ചിമാരാണ് കൈയടി ബെർമൂടായിട്ട് നിൽക്കരുതെന്ന്. പിന്നെ ഞാനിവിടെ ടെക്നാപ്പാണക്കിലല്ലേ തുണച്ചോണ്ടിരിക്കുന്ന ടൈ ഇൻ ചെയ്ത് തുടക്കാൻ. എന്തായാലും ഇക്കൊല്ലത്തെ ഓണത്തുമ്പി എല്ലാം പോയി. ഇനി വല്ല അണ്ണാച്ചി തുമ്പി കണ്ടോണ്ടിരിക്കുക ഇവിടെ. പഠിക്കാൻ വിട്ട സമയത്ത് പഠിക്കണമായിരുന്നു. എന്നാ നാട്ടിൽ നിന്ന് രക്ഷപ്പെടായിരുന്നു. എന്ത്? ഇല്ല ഞാൻ എന്നോട് തന്നെ പറഞ്ഞേ ആത്മാവത്. ഇക്കൊല്ലം ഓണം ആഘോഷിക്കാന്ന് പറഞ്ഞിരുന്നു. இல்ல கம்மியாச்சு. நாங்களும் கட்டல. நீங்க ஏன் கட்டல? சரக்காரி காசெல்லாம் போச்சு. லைஃப் ரொம்ப கஷ்டம் இருக்கு. நான் பரவாயில்ல. அப்படி போடே. മലയാളികൾക്ക് മാത്രമല്ല തമിഴന്മാർക്കും കഷ്ടപ്പാടാണ്. ഇത്രയും തൊട്ടിത്തരത്തിന്റെ ഇടയ്ക്ക് ഇവന്മാർക്ക് എവിടാ കഷ്ടപ്പെടാ സമയം? പിന്നെ അവന്മാരെ കൂട്ടത്തിൽ നിന്നപ്പോ എനിക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നിയില്ല കേട്ടാ. ഡാടാ പന്നി നില്ലടാ. എന്തോന്ന് ജീവിതമാടാ നമ്മുടെ. ഓണത്തിന് നാട്ടിൽ പോകാൻ പറ്റിയില്ല. കഷ്ടപ്പെട്ടിട്ട് കിട്ടുന്നതാണ് നക്കാപ്പിച്ച്. ഒന്നെങ്കിൽ വല്ല കാശാറിന്റെ മോനായിട്ട് ജനിക്കണം. അല്ലെങ്കിൽ ജനിക്കരുത്, കിടന്ന് അനുഭവിക്കുന്നുണ്ടല്ലേ ഈ പുല്ല്. அண்ணே ஒரு சிகரெட். நீங்களா? என்ன நீங்க ரொம்ப சோகமா இருக்கு? அப்படிയൊന്നും ഇല്ല. இல்ல நேத்து லாட்ஜில் ஒரு மாதிரி நிக்கிறது பார்த்தேன். അതുകൊണ്ട് അണ്ണാച്ചി നാളെ ഞങ്ങൾക്ക് ഓണം പെരിയ കൊണ്ടാട്ടം. தெரியும் தெரியும். அந்த அத்தப்பூ நாகவல்லி. നാഗവല്ലി അണ്ണ അത് ദുർഗാഷ്ടമിക്ക്, ഇത് മാവേലി പാതാളത്തീന്ന് വരൂ. ஓ அப்படியே. മുതലാളി ലീവ് കേട്ടിട്ട് കൊടുക്കല ഇങ്ക ലോക്കായി പോச்சு. ஓ கவலைப்படாத. டீ குடிச்சிட்டு ரூமுக்கு வா. എതുക്ക്? வாங்க சொல்ற. വെള്ളം അടിക്കാനായിരിക്കും അല്ലേ? ഓ നമുക്കെന്തായാലും വാങ്ങിച്ചു കൊടുത്താലോ? സദ്യ മറ്റോ വിൽക്കാൻ കാണാൻ പോലും ഇല്ല ഓണം ഒന്ന് നോക്കോട്ടു. അണ്ണേ സൂപ്പർ ടീ പറ്റൽ പോടുങ്ക. നാങ്ക പറ്റിക്ക മാട്ടെ. നമ്മൾ എക്സ്പീരിയൻസ് വെച്ചിട്ടെ നാട്ടിൽ പോയി വല്ല ബിസിനസ്സും തുടങ്ങിയാലോ? എന്തോന്ന് തറോടപ്പോ? എന്നടാ അത്? ഇതെന്തോന്ന് കളർ ബീഡി ചാരി ഇന്ന് തനിയെ പോകാൻ വിടുന്നു. അതോ ബീഡി പടക്കോ? വാ നോക്കാം. മനസ്സിലായോ? യാരാ? ഉങ്ങളുടെ മാവേലി ഫ്രം തമിഴ്നാടു. ഇത് മാവേലിയാ? ഇതെന്തായാലും എർത്തിന്നല്ല വേറെ ഏതോ പ്ലാനറ്റിന്ന്. ഇതൊക്കെ ഇത് என்ன பண்ண இருக்குன்னு பாரு. നല്ലോണം പണിയിട്ടുണ്ട്. നീയൊക്കെ നിജമ മാവേലിയെ പാത്രിക്കേ? ദാ பாரு. ഇനി நீங்க இதெல்லாம் போட்டுட்டு வாங்க சீக்கிரம். சாப்பாடൊക്കെ எப்படி இருக்கு? நல்லா இருக்கு. இனி மாவேலியோட ஊரு சுட்டலாம் பா. வணக்கம். ஓணத்துக்கு அடுத்த ப்ரோக்ராம் என்ன? நம்ம ஊர்ல சദ്യക്ക് அப்புறம் டான்ஸும் பாட்டும் தான். அதுக்கு என்ன ஆடலாம் கொண்டாடலாம். ஆனா தமிழ்ல பாடினா கொஞ்சம் நல்லா இருக்கும். பாடலாமே, ஸ்டார்ட் பண்ணலாம். கண்டிப்பா. மாவேலியா மாவேலி தெங்காசி மாவேலி தமிழ்நாடு மாவேலி நீ தானடா. ஓணமா ஆடலாம் நல்ல சாம்பார் போட்டு சாப்பிடலாம். பச்சடி போடலாம் அச்சாரும் போடலாம் சரக்கடிச்சிட்டு கூத்தாடலாம். பாயசம் போடலாம் பொங்கலும் போடலாம் சரக்கடிச்சிட்டு கூத்தாடலாம். கொடை இது கம்பெனிയുടെ ஹாப்பியா இருக்கா? ரொம்ப ஹாப்பியா இருக்கு. ഇനി മുതൽ തമിഴ്നാട് മാവേലിക്ക് വയറില്ല. അല്ലെങ്കിലും പാതാളത്തിൽ നിന്ന് അങ്ങനെ തടിച്ചു കൊടുത്തിരിക്കണേ.
அண்ணா மலையாளியா? എല്ലാ ഭാഷയും വെറും. அப்ப நாங்க கிளம்புறேன். ஆனா அதுக்கு முன்னாடி இந்த பில்லு நீ செட்டில் பண்ணணும். ഇത് എന്നെ ബില്ല്? இந்த ഓണം സെലിബ്രേഷനുக்கு 12,000 രൂപ അടിച്ച് அந்த ബില്ല്. அது நாங்க ஏன் கட்டணும்? நீங்க தானே சொன்ன ஓணம் கொண்டாடணும். கொண்டாடியாச்சு. இந்த കോസ്റ്റ്യൂമുക്കേ 5000 rupees ഇന്ത്യൻ മണി. ഈ പാതാളത്തിൽ നിന്ന് മണ്ണിരയുടെ പുറത്ത് കയറിയെന്ന മാവേലിക്ക് 5000 രൂപയെ. அப்ப ஹாப்பி ஓணம். அண்ணா போயிட்டு வரேன். அப்ப நாங்க கிளம்புறேன். அண்ணா നമ്മള് നാട്ടില് 3 കൊല്ലം ഓണം ആഘോഷിക്കേണ്ട ബില്ലല്ലേ ഇത്? അപ്പൊ അടുത്ത 3 കൊല്ലത്തേക്ക് ഇനി ആഘോഷിക്കണ്ട. சீக்கிரமா பில்லு கட்டிடு இல்லனா போலீஸ் புடிச்சிடும்.